സൺറൈസ് കാണാൻ പോകണമെന്ന്. ഗ്രാൻഡ് മോസ്ക്, ഷാർജ ഗ്രാൻഡ് മോസ്ക് തിരക്ക് കുറവാണ്. ഈ ഫുജേറ റൂട്ടും ഈ റൂട്ടിലെ ഏറ്റവും വലിയ ത്രില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണലുകളുണ്ട്. 4-5 ടണലുണ്ട്. അതിൽ 3 കമ്പാരിറ്റീവ് ചെറുതാണ് വേണ്ടുള്ളത്. അത് 360 ഡിഗ്രി വ്യൂ ആണ്. നമുക്ക് ഏത് ഭാഗത്ത് പോയാലും നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഫീലാണ്. ഇതാണ് അവിടുത്തെ വ്യൂ. ആക്ച്വലി ക്ലൗഡ്സിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ താഴേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന ഒരു ഫീലായിരുന്നു. ലാൻഡ്മാർക്കായിട്ടുള്ള വാട്ടർഫോളാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സൺറൈസ് കാണാൻ പോകാനുള്ള പരിപാടിയിലാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് സൺറൈസ് കാണാൻ പോകണമെന്ന്. അത് വിൻ്ററിൽ ശേഷം പിന്നെ അധികം പോകാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ എന്തായാലും സമ്മറിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ തന്നെ ഇറങ്ങി. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഫക്കാനാണ്. കോർഫക്കാനിലെ ഹിൽ ടോപ്പ് ഉണ്ടല്ലോ, അവിടത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അത് നമ്മളവിടെ നിന്നൊരു ആക്ച്വലി ഷാർജയിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഈ കോർഫക്കാനും ഷാർജയിൽ തന്നെയാണ്. പക്ഷേ ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ടൗൺ ഏരിയയിൽ നിന്ന് അങ്ങോട്ടേക്ക്. അങ്ങനെ എന്തായാലും നമ്മളൊരു 4 മണിയായപ്പോഴത്തേക്ക് തന്നെ യാത്ര തിരിച്ചായിരുന്നു. ആക്ച്വലി സൺറൈസ് ടൈം എന്ന് പറയുന്നത് 5:36 ആണ്. എന്തായാലും ആ ഒരു ടൈമിനോട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. അറിയാമല്ലോ അല്ലേ റൂട്ട്? നമ്മുടെ മലിഹ റോഡ്, ദെൻ എമിറേറ്റ്സ് റോഡിൽ നിന്ന് നമ്മൾ പുതിയ കോർഫക്കാനിലേക്കുള്ള റോഡുണ്ട്. അതൊരു 5 വർഷത്തിനകത്ത് പണി തീർത്തതാണ് ആ റോഡുണ്ട്. ആ റോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അവിടെ എത്താൻ പറ്റും. അല്ലെങ്കിലും വേറെയും റൂട്ടുണ്ട്, പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുന്ന റൂട്ട് അതാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റൂട്ട് എടുത്തു. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഏർലി സൺറൈസ് ആയതുകൊണ്ട് തന്നെ സമയത്തിന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യം നമ്മളെ കണ്ണി കണ്ടത് കാഴ്ച എന്ന് പറയുന്നത്, മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ഗ്രാൻഡ് മോസ്ക് ഷാർജ ഗ്രാൻഡ് മോസ്ക്. അതെന്ന് പറയുന്നത് നല്ല രസം കാണാനായിട്ട്, പ്രത്യേകിച്ച് രാത്രി സമയത്ത് നല്ല ലൈറ്റിൽ ഇങ്ങനെ ഫുള്ളായി ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ആ വഴി നേരെ നമ്മൾ പുതിയ റോഡിലോട്ട് എൻ്റർ ചെയ്തു, കോർഫക്കാൻ റോഡിലേക്ക്. ആ റോഡ് താരതമ്യേന ബാക്കിയുള്ള റോഡിനെ അപേക്ഷിച്ച് വളരെ തിരക്ക് കുറവാണ്. ഈ ഫുജേറ റൂട്ടും ഒക്കെ നോക്കുമ്പോഴത്തേക്കും വണ്ടികൾ വളരെ കുറവാണ്. ഈവൻ ലോറികളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ആ വഴിക്ക്. പിന്നെ വ്യൂ എന്ന് പറയാനായിട്ട് 2 സൈഡും കുറേ ദൂരം ഈ മരുഭൂമി പോലെ തന്നെയാണ് കാണാനായിട്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ടും പോവാം. കുറേ കഴിയുമ്പോഴത്തേക്കും ഈ മരുഭൂമി മാറി നമ്മുടെ ഹിൽസ് കണ്ടു തുടങ്ങും. പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടുത്തെ റോഡ് കൺസ്ട്രക്ഷനാണ്. ഈ ഹില്ലിൻ്റെ ഇടയിൽ കൂടെ വഴി വെട്ടി 2 സൈഡ് നല്ല ട്രാക്ക്, അതിൽ ബാരക്കേഡൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സ്പീഡ് എനിക്ക് 120 ആ ഒരു റേഞ്ചിൽ നമുക്ക് പോകാൻ പറ്റും. ഈ റൂട്ടിലെ ഏറ്റവും വലിയ ത്രില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടണലുകളുണ്ട്. 4-5 ടണലുണ്ട്. അതിൽ 3 കമ്പാരിറ്റീവ് ചെറുതാണ്. ഒന്ന് പക്ഷേ നല്ല വലുതാണ്, നല്ല ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3 മിനിറ്റ് എങ്ങാണ്ട് എടുത്തു അത് കയറി പുറത്തിറങ്ങാനായിട്ട്. ഞാൻ മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അത് തുടങ്ങിയ സമയത്തായിരുന്നു, അന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴാണ് ഈ റൂട്ട് പോകുന്നത്. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മുടെ മെയിൻ ഏരിയയിലും ഈ കോർഫക്കാൻ ഏരിയയിൽ വ്യത്യാസം വെച്ചാൽ കുറച്ച് തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ടെമ്പറേച്ചറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതും സൺറൈസ് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും പഴയ 2 ഏരിയയിൽ ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടൈം നമ്മൾ പോയ സമയത്ത് ആക്ച്വലി യു എയിൽ പൊതുവെ ചൂട് കൂടി നിന്ന സമയമാണ്. നോർമലി ചൂടാണ്, അതിൻ്റെക്കാളും ചൂട് കൂടി നിന്ന സമയമാണ് നമ്മൾ പോയത്. എങ്കിലും നമ്മളൊരു ചൂടെന്നുള്ള ക്ലൈമറ്റ് മുന്നിൽ കണ്ടെങ്കിൽ പോലും ഒരു വ്യൂവും ബാക്കി ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയതാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക. പിന്നെ കോർഫക്കാനല്ലേ, ബീച്ച് സൈഡിലും കൂടെ പോയി പറ്റുമെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ പോയത്. എങ്കിലും അധികം നല്ല രസമുള്ളൊരു കാഴ്ച എന്ന് വെച്ചാൽ വേറെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ളൊരു ഫീലുണ്ടായിരുന്നു. അങ്ങ് എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് സൺറൈസ് ആയി കഴിഞ്ഞിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ കൈവിടാതെ തന്നെ നമ്മൾ ഹിൽ ടോപ്പിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് അങ്ങ് എത്താറായപ്പോൾ ചെറിയ രീതിയിൽ മിസ്റ്റും കാര്യങ്ങളൊക്കെ ലൈക്ക് ഒരു ഫോഗ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കോർഫക്കാൻ്റെ ലാൻഡ്മാർക്കായ ആ വലിയ റോഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ വ്യൂ പോയിട്ട് ഹിൽ ടോപ്പിലേക്കുള്ള റൂട്ടുള്ളത്. അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ ഓൾറെഡി സൺറൈസ് ആയി കഴിഞ്ഞു. ഇവിടെ സൺറൈസ് എന്ന് വെച്ചാൽ ബീച്ചിൽ നിന്നാണ്, അതായത് കടലിൽ നിന്നാണ് പോകുന്നത്. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. എങ്കിലും പക്ഷേ ഓൾറെഡി അത് സൺറൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വലിയ പ്രൊസീജിയറോ കാര്യങ്ങളൊന്നുമില്ല. താഴെ തന്നെ ഒരു ബാരക്കേഡ് ഉണ്ട്, അതവിടെ ടൈം റീഡ് ചെയ്യും. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 1 hour സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 hour മോർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ 20 dirhams പാർക്കിംഗ് കൊടുക്കണം.
ഇല്ലാന്നുണ്ടെങ്കിൽ വൺ താഴെ ഇറങ്ങണമെങ്കിൽ ഫ്രീ പാർക്കിംഗ്. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്, അധികം തിരക്കുമില്ലായിരുന്നു. പിന്നെ അവിടെ മോഡ് ചെന്നപ്പോൾ തന്നെ അധികം ഏരിയ ആയിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. വലിയ കാർ പാർക്കിംഗ്, ജസ്റ്റ് 2-3 കാർ പാർക്കിങ്ങും നടുക്കൊരു കഫേയും കണ്ട. ഇതിന് ചുറ്റിയാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത്. അത് 360 ഡിഗ്രി വ്യൂ ആണ്. നമുക്ക് ഏത് ഭാഗത്ത് പോയാലും അടിപൊളിയായി കാണാനായിട്ട്. പക്ഷേ അവിടുത്തെ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം ഫുള്ള് ക്ലൗഡ്സിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഫീലാണ്. ചെറിയൊരു കാറ്റുണ്ടാകും. ചൂട് സമയം ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം തിരക്കുമില്ലായിരുന്നു, തിരക്കും വളരെ കുറവാണ്. പിന്നെ നമുക്കിവിടെ അധികം നേരം നമുക്കങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു സൺറൈസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ല ചൂടാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം നിൽക്കുന്നതിനേക്കാളും എത്രയും ഇവിടെ താഴെ ഇറങ്ങാനേ നമുക്കത് ഫീൽ വരത്തുള്ളൂ. എങ്കിലും കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. മോരും കുറച്ച് നേരം അവിടെ കളിച്ച ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ അവനെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാണ് അവിടുത്തെ വ്യൂ. ആക്ച്വലി ക്ലൗഡ്സിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും. ക്ലൗഡ്സിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കോർഫക്കാൻ സിറ്റി നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ആ ഹാർബറും കോർണിഷും അവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നല്ലൊരു വ്യൂ ആയിട്ട് നമുക്ക് കാണാനും പറ്റും. ഇതിപ്പം ക്ലൗഡ്സ് ഒന്നും മുടിയൊന്നും ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഇതൊരു വേറൊരു കാഴ്ചയായിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി അങ്ങനെ ടോപ്പിലില്ല, പക്ഷേ ഇവിടെ താഴെ ഒരു കോർഫക്കാൻ ടെറസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ പാർക്കിംഗ് വിത്ത് വാഷ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് വാഷ്റൂം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം തന്നെ ആയിരുന്നു, ബോത്ത് ജെൻസും ലേഡീസും. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കറങ്ങിയൊക്കെ നടന്നു. 1 അവർ ഞങ്ങൾക്ക് 1 അവർ കൂടുതൽ ഞങ്ങൾ എടുത്തു തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കി. ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് ആക്ച്വലി 1.5 അവർ ടൈം മാക്സിമം നമുക്ക് ഷാർജയിൽ നിന്ന് എടുക്കത്തുള്ളൂ. ഇവിടെ വരാനായിട്ട് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം റൂട്ടൊന്നുമല്ല. ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരേക്ക് വരാനും പറ്റും. ഇവിടെ 360 ഡിഗ്രി നമ്മൾ ഏത് ഭാഗത്ത് പോയിരുന്നാലും നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഒരു വിൻ്ററിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. വിൻ്ററിൽ വന്നിട്ടുള്ള വിൻ്ററിൽ വന്നിട്ടില്ല, പക്ഷേ വിൻ്ററിൽ വന്നപ്പോഴത്തേക്കുള്ള വീഡിയോസ് കണ്ടതിൽ നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സമ്മറിൽ പൊതുവെ നല്ല തിരക്ക് കുറവാണ്. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഇത് ജസ്റ്റ് ഈ സൺറൈസ് കാണാൻ വേണ്ടി വരുന്നവർ മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അധികം ആൾക്കാർ കാണത്തില്ല. വളരെ കുറവാണ് വണ്ടികൾ ഉണ്ടായിരുന്നുള്ളൂ ടോപ്പിൽ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കറങ്ങിയൊക്കെ നടന്നു. മോനെ കുറച്ച് നേരം കിഡ്സ് ഏരിയ പ്ലേ ഏരിയയിൽ മുന്നിലൊക്കെ ആടി. അവനൊരു അത്ഭുത കാഴ്ചയാണ്. കാരണം അവനും അധികം പുറത്തോട്ടൊന്നും യാത്രയായിട്ട് പോയിട്ടില്ല, അറിയാതെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവന് പുറത്തിറങ്ങി അവനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവനും അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് സൺറൈസ് നമുക്ക് കാണാത്തതാണ്. അപ്പോൾ അവനത് കണ്ടപ്പോഴത്തേക്ക് അവനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അവനും കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ പിന്നെ അവിടെ പതുക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി. താഴേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ ക്ലൗഡ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ ഒരുപാട് ഹെയർപിന്നൊന്നും കയറാനില്ല. ജസ്റ്റ് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് നമുക്ക് ടോപ്പിലേക്കും താഴേക്ക് വരാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് താഴോട്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വില്ലയുടെ ഫ്രണ്ടിൽ ബോഗൈൻ വില്ല ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത്. ആ ചെടിയേക്കാളും കൂടെ ഇങ്ങനെ പൂനെ ഇങ്ങനെ പൂത്ത് കിടക്കുക. അപ്പോൾ കണ്ട ഒരു നല്ലൊരു ഫ്രെയിം തോന്നി. അതിനെ മോനെ നിർത്തിയിട്ട് ഞങ്ങൾ 2-3 ഷോർട്സൊക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ട് ആ സ്ഥലം കാണാൻ. അധികം കാരണം പെട്ടെന്ന് നിങ്ങൾ കണ്ണി പിടിക്കത്തില്ല, പക്ഷേ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് വണ്ടി തിരക്കും കുറവായത് കാരണം നമ്മളത് എടുത്തായിരുന്നു. പെർമിഷനൊന്നും ചോദിച്ചില്ല, പക്ഷേ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്കൊന്നും എടുത്തത് സൈഡ് ഏരിയ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവിടെ നേരെ ഞങ്ങൾ തിരിച്ച് നേരെ ഈ കോർണിഷേരിയിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കോർഫക്കാനുള്ള ആംഫി തിയേറ്ററായിരുന്നു. അത് അടിപൊളി വ്യൂ ആണ്. രാത്രി കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, ലൈറ്റും കാര്യങ്ങളും. ഇതാണ് അവിടുത്തെ ലാൻഡ്മാർക്കായിട്ടുള്ള വാട്ടർഫോള്. ഇത് ആൾക്ക് തിരക്ക് കുറഞ്ഞു കണ്ട് ഞാൻ ആദ്യമായിട്ട്. മിക്കവാറും റീൽസിലൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല തിരക്കായി ടൂറിസ്റ്റും ബഹളമൊക്കെ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കോർണിഷേരിയിലേക്ക് ഇങ്ങനെ വന്നിരുന്നു. നമ്മൾ നല്ല തണലും നല്ല ക്വയറ്റായിട്ടുള്ള ഏരിയ. തണലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ചൂട് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള മരങ്ങളും. ആക്ച്വലി ഇവിടെ സീറ്റിംഗ് ഏരിയയെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല വലിയ മരങ്ങളുടെ താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തണൽ ഫുൾ ടൈം കിട്ടുന്ന രീതിയിലാണ് സീറ്റിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് കോർണിഷേരിയയിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മോനെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല വെയിൽ ചൂടില്ലെങ്കിൽ പോലും പക്ഷേ നല്ല വെയിലിന് കാഠിന്യമുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്നും എടുത്തു. പിന്നെ പാർക്കിങ്ങിൽ നിന്ന് വലിയ ദൂരമില്ല ഈ ഒരു നമുക്ക് നടന്നിറങ്ങാനാണ്. നല്ല ഈസി ഏരിയയാണ്. അടുത്ത് തന്നെ വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്.
പിന്നെ കുറച്ച് നേരം ഈ ജക്കൂസിയൊക്കെ പോകുന്ന കണ്ട് കളിച്ച് നിന്നു. അങ്ങനെ അതേസമയം നമ്മളിവിടെ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് ബാക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്കിലും ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നത്. പ്രത്യേകിച്ച് മോന് അത് നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ ബൈ. ഓക്കെ, സീ യു നെക്സ്റ്റ് വ്ലോഗിൽ. അപ്പോൾ മറക്കണ്ട, പ്ലീസ് സബ്സ്ക്രൈബ്.